അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇക്കാക്ക് ഓഫ് ഡേ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങൾക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാണ്ട്. അപ്പം ഇന്നൊരു ബിസി ഡേ ആണ്. രാവിലെ തന്നെ മോനെ നീപ്പിക്കൽ ഒരു ടാസ്ക് ആയിരുന്നു. 6 മണി 5:45 6 മണി ആ സമയമാണ്. അപ്പോൾ അവന് നീക്കാൻ ഇച്ചിരി മടി കാണിക്കുന്നത്, എന്നും ലേറ്റായി എണീച്ചിട്ട്. അപ്പം ഇന്ന് നേരത്തെ എണീപ്പിച്ചപ്പോൾ അവന് ഭയങ്കര മടി. ഞാനൊക്കെയും കുറേ മാറി നോക്കി അവന് എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ കുറച്ച് ലേറ്റായി കിടക്കാൻ, അതുകൊണ്ടാണ് ഇത്ര മടി. അവന് നേരത്തെ ഉറങ്ങുന്ന ദിവസങ്ങളിലൊക്കെ കുഴപ്പമില്ലാതെ നീക്കലുണ്ട്, 1-2 തവണ വിളിക്കുമ്പോഴൊക്കെ. പിന്നെ അങ്ങനെ കുറേ തവണ വിളിച്ച് ലാസ്റ്റ് അവൻ നീച്ച്. ഇഷ്ടമില്ലാതെ നീച്ചുകൊണ്ട് മൂപ്പര് അത്ര ഹാപ്പി അല്ല. അവനിങ്ങനെ ഓരോ കംപ്ലയിൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡ്രസ്സ് മാറ്റുമ്പോഴേക്കും അത് വേണ്ട, ഇത് വേണ്ട, ഈ ഡ്രസ്സ് വേണ്ട, ഈ ട്രൗസർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് മൂഡ് മാറി. ആൾ നീക്കം വഴിക്കിയതുകൊണ്ട് ഞങ്ങളും കുറച്ച് ലേറ്റായിട്ടോ ഇറങ്ങിയത്. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ റോഡൊക്കെ കാണാൻ. നാട്ടിൽ നിന്ന് കാണുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നുണ്ടാവും. ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഇത്ര വലിയ പുതുമൊന്നും ഉണ്ടാവില്ല. അവിടെ കുറച്ച് ദൂരെ കാണുന്നതാണ് ഇവിടെ ഫിഫ വേൾഡ് കപ്പ് നടന്ന ഒരു സ്റ്റേഡിയം. 974 സ്റ്റേഡിയം എന്നാണ് അതിൻ്റെ പേര്. ഈ സ്റ്റേഡിയം ഫുള്ളായിട്ട് കണ്ടെയ്നേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അത് എപ്പോൾ വേണമെങ്കിലും ഡിസ്മാൻഡിൽ ചെയ്യാനും പറ്റും. അവിടെ വെച്ചിട്ടാണ് പോർച്ചുഗലും ഗാനയും തമ്മിലുള്ള കളി നടന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ കളിച്ചത്. അതല്ലാതെ വേറെ കുറേ കളികളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്ഥലം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാണ് ഇപ്പോൾ ഖത്തറത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന്. അല്ല, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മാത്രമാണ്. ഇതാണ് കേട്ടോ ബോക്സ് പാർക്ക്. ഇതും ഫുൾ 974 സ്റ്റേഡിയം കണ്ട പോലെ തന്നെ ഫുൾ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മിന ഡിസ്ട്രിക്റ്റ് ഏരിയ. ഇവിടേക്കാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾക്ക് ഫീഡ് ചെയ്യാനുള്ള സീഗൾസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊന്ന് രാവിലെ തന്നെ വന്നിട്ടുള്ളത് സീഗൾസിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സീഗൾസിന് ഫീഡ് ചെയ്യാനുള്ള സ്പോട്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ന് ദോഹ പോർട്ടിൽ വലിയൊരു ഷിപ്പ്, ഇതിനേക്കാൾ വലിയ ഷിപ്പുകൾ ഇവിടെ വരാറുണ്ട്, പക്ഷെ എന്നാലും ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഷിപ്പാണ്. AIDA എന്നാണ് ഷിപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ജർമ്മനി എന്നുള്ള ഒരു ക്രൂസ് ഷിപ്പാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ദോഹ പോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഓരോ ക്രൂസ് ഷിപ്പുകൾ വന്നിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ശാന്തത. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സീഗൾസ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഈ സീന് വന്നത്.
കുറേ കൂട്ടത്തോടുക്കനെ വന്നിട്ട് നമ്മുടെ അടുത്ത് കൂടെ പറക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ബിസ്ക്കറ്റ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വേഗം വന്നിട്ട് അതെടുക്കുന്നുണ്ട്. ഖത്തറിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. വലിയ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടത്. ഈ ബാക്കിൽ കാണുന്ന വൈറ്റ് ആൻഡ് ബ്ലൂ ബിൽഡിങ് ഒരു ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. ഈ മിനാർ ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഫിഷ് മാർക്കറ്റാണ്. ഇതാണ് അവനാ ചൂണ്ടിയ സംഭവം. ഇവിടെ ഒരു അക്വേറിയം പെട്ടെന്ന് അവന് കണ്ട്, അതാണ് അവന് കാണിച്ചിരുന്നത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. പിന്നെ വീട്ടിലെത്തി കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത്
ലഞ്ചിന് ഇന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അല്ല, ഒരു ചിക്കൻ റൈസ് ആണ് ഉണ്ടാക്കിയത്. 1 പോട്ട് ചിക്കൻ റൈസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യമാവും, പക്ഷെ എനിക്ക് ഭയങ്കര വലിയ സംഭവമാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും മാത്രമായിട്ടാണ് ടോപ്പ് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതിനുശേഷം ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നാട്ടിൽ പോകാനുള്ള പെട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്യല്ല, വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചു. അതിനുശേഷം ഞങ്ങൾ കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. നാട്ടിലേക്കുള്ള കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലുലുക്ക് വന്നതായിരുന്നു. ഏതാണ്ട് സ്മോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ മുതൽ ഞാൻ നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാവും വരുന്നുണ്ടാവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ. താങ്ക്സ് ഫോർ വാച്ചിങ്.